ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. സിമ്പിളാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു ഡെസേർട്ടായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഡ്രിങ്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് പോലെ ആകും. അല്ലെങ്കിൽ കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രിങ്കായിട്ടും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു തിക്കിനേക്കാളും കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കുടിക്കാനാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് നല്ലതെന്ന് തോന്നി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചവ്വരി സാഗോ അതുണ്ടല്ലോ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂറിന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം വീണ്ടും അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചെടുക്കണേ, എങ്കിലതൊന്നും വെന്ത് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കൊന്ന് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ആ സാഗോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 ചെറുതും 2 വലുതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പകുതി മാങ്ങ എടുത്തിട്ട് ഒന്ന് ജ്യൂസ് തയ്യാറാക്കി എടുക്കണം. പകുതി നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ആ ഒരു സംഭവത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല മധുരവും മണമൊക്കെ ഉള്ള മാമ്പഴം നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതാണ് കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റ് തരുന്നത്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന കോട്ടുകോണം മാങ്ങയില്ലേ, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കിട്ടും കേട്ടോ ആ ഒരു മാങ്ങയ്ക്കാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ എന്താ 2 ടൈപ്പ് മാങ്ങയാണ് എടുത്തുള്ളൂ. ഈ ഒരു മാങ്ങ നല്ല മധുരമുണ്ട്, കാണാനും നല്ല കളറുണ്ട്. പക്ഷേ സ്മെല്ല് വന്നിട്ട് വേറെന്തോ ഒരു സ്മെല്ലും കൂടെ എക്സ്ട്രാ കയറി വരുന്നുണ്ടായിരുന്നേ. എന്ത് മാങ്ങയാണെന്നുണ്ട് പേരെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാങ്ങയ്ക്ക് ഞാൻ അതവിടെ കട്ട് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് മാങ്ങ ഞാൻ ഒരുമിച്ചൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജ്യൂസ് തയ്യാറാക്കാം. ബാക്കി കുറച്ച് നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ടും മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ട് ജ്യൂസറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പാലില്ലേ, അത് ഓൾറെഡി തിളപ്പിച്ച് വരുന്നതായതുകൊണ്ട് തണുപ്പിച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ നാടൻ പശുവും പാലിക്കാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണേ. ഇതിപ്പോൾ രണ്ടും എൻ്റെ കയ്യിലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. ഇത് പാൽപ്പൊടിയിൽ ഉണ്ടാക്കിയ പാലാണേ. അപ്പോൾ അത് കുറച്ച് പാൽ ഞാൻ ഒഴിച്ചിട്ട് ആ മാങ്ങയിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത്, പാലൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് മധുരം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് അരിച്ചൊന്ന് എടുക്കാം. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അധികം നാരൊന്നുമില്ലാത്ത മാമ്പഴമാണ് എങ്കിൽ പോലും ഒന്ന് അരിച്ചൊന്ന് എടുക്കാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചൊന്ന് എടുക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാൽ ഫുള്ളായിട്ട് ഇതിലെനിക്ക് ചേർക്കേണ്ടി വരും കേട്ടോ. നമ്മൾ കൂടുതലങ്ങനെ കട്ടിയായിട്ട് കുടിക്കുന്നതിനേക്കാളും ഒന്ന് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒന്ന് കുടിക്കാൻ ഒരു രസം കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അത്രയും പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ കോരി കുടിക്കുന്ന ഒരു പാകമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും തിക്കായിട്ട് പാൽ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്താലും മതി കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിലിനി പാൽ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേർക്കും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 ലിറ്റർ പാൽ ഫുള്ളായിട്ട് ഇതിൽ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഒരു മാമ്പഴം, അതെല്ലാം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചില്ലേ ആ ഒരു സാഗോ, അതാണേ അത് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ ഒന്ന് ജസ്റ്റ് ഒന്ന് അതും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടല്ലല്ലോ ബദാം ഉണ്ടല്ലോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൽ ചൂടൊന്ന് മാറിയിരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു തൊലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പം ആ ഒരു ആൽമണ്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒരു ടിന്ന് ഫുള്ളായിട്ട് തന്നെ ആ ഒരു മിഠായി മീറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലും മതി. അത്രയും വേണ്ടി വന്നു കേട്ടോ. മധുരം കുറവായിരുന്നു. നമ്മൾ ആ പാലിക്ക് അത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മധുരമൊക്കെ ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മിൽക്ക് മെയ്ഡ് ഞാൻ ഒരു ടിന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു അമൂലിൻ്റെ മിഠായി മീറ്റ് പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ കട്ടിക്കാണ് കുടിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചും കൂടെ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ അതനുസരിച്ചിട്ട് പാലും മധുരമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിലേ അവർ കറക്റ്റ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു മധുരമൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് നമ്മളെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയ സമയത്ത് കറക്റ്റായിരുന്നേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പാലും തണുത്തതാണ്. അപ്പോൾ എന്തായാലും സൂപ്പർ സാധനമാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ
ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു വീഡിയോയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.